കോട്ടയത്ത് വിവിധയിടങ്ങളിൽ ചെറിയ ഉരുൾപൊട്ടലുകളുണ്ടായി. തീക്കോയി, മംഗള, 30 ഏക്കർ, പൂഞ്ഞാർ, പയ്യാനിത്തോട്ടം, മുണ്ടക്കയം, കൊടുങ്ങ, കൈപ്പള്ളി എന്നിവിടങ്ങളിലായിരുന്നു ഉരുൾപൊട്ടൽ. പയ്യാനിത്തോട്ടത്ത് മണ്ണിടിഞ്ഞ് തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിയ അമ്മയും മകനും മരിച്ചു. ജോസ്വിൻ, മാതാവ് റജീന എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ 12ഓളം ഇടങ്ങളിൽ മണ്ണിടിഞ്ഞു. 30 ഏക്കറിലും വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. ആശങ്കയായി പാലാ നഗരത്തിലും ജലനിരപ്പ് ഉയരുകയാണ്. കോട്ടയം ഈരാറ്റുപേട്ട മംഗലഗിരി 30 ഏക്കറിൽ ഉരുൾപൊട്ടി. അത്ഭുതകരമായാണ് ഒരു കുടുംബം രക്ഷപ്പെട്ടത്. അഖിൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അവിടെ മാത്രമല്ല, പലയിടങ്ങളിലായി ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. മണ്ണിടിച്ചുകളും ഈ വെള്ളമൊഴുക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് വിവരങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന മംഗളഗിരി 30 ഏക്കറിൽ ഈ ഭാഗത്താണ് ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇവിടെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ഉണ്ടായ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമാണ് ഈ മീനച്ചിലാറിലെ വെള്ളവും ആ വെള്ളം കയറിയതും ഈരാറ്റുപേട്ട നഗരവും പാലാ നഗരത്തിലും ഒക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറി ഈരാറ്റുപേട്ട നഗരത്തെ തന്നെ വെള്ളക്കെട്ടിനുള്ളിലേക്ക് ആക്കിയതുമൊക്കെ ഇവിടുത്തെ ഉരുൾപൊട്ടലാണ് എന്നുള്ളതാണ്. ഇതിന് തൊട്ട് മുകളിലെ വീട്ടിൽ നിന്നുമാണ് ഒരു വയോധികനെയും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടി വന്ന ആ മുകൾ ഭാഗത്ത് ആ വെള്ളമൊക്കെ കുത്തിയൊലിച്ച് വരുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിൽ നിന്നുമാണ് ഒരു 90 വയസ്സുള്ള വയോധികരെയും മറ്റൊരാളെയും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ്ടും അതിനുള്ള അത്ഭുതം രക്ഷപ്പെടുത്തി. ഇവിടെ നേരെ താഴേക്ക് വരുമ്പോൾ മറ്റൊരു വീടിന് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ അടക്കം ഉരുണ്ട് വീണ് തകർന്നിരിക്കും നമുക്ക് കാണാൻ കഴിയും. ആ വീട്ടിനുള്ളിലും 2 ആളുകളുണ്ടായിരുന്നു. അവർ ഈ സംഭവം രാഹുൽ സുരേഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനവാസ മേഖലയിലല്ല ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ കാര്യം. കാരണം ഇപ്പോൾ ഈ 30 ഏക്കർ പ്രദേശത്ത് ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ നിന്ന് അഖിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ആ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായത് ഈ മേഖലയിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അടക്കം വ്യക്തവുമാണ്. പക്ഷെ വലിയ ജനവാസ മേഖലയല്ല. നേരത്തെ അഖിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പുറത്തുള്ള വീട്ടിൽ നിന്നൊരു വയോധിക അടക്കം മാറ്റിയിരിക്കുന്നു. ആൾനാശമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ നിന്ന് ഈ ഉരുൾപൊട്ടലിലുണ്ടായ വെള്ളമൊഴുക്കൊക്കെയാണ് പാലാ ഈരാറ്റുപേട്ട നഗരങ്ങളെയൊക്കെ മുക്കാനിടയായ സാഹചര്യം ഉണ്ടായത് എന്നതുകൂടി അവിടെ നിന്നുള്ള വിവരങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. അഖിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അഖിൽ, വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ് അല്ലേ? പക്ഷേ അധികം വീടുകളുള്ള സ്ഥലമായിരുന്നില്ല. അതാണ് ആശ്വാസം. തീർച്ചയായും അതായത് വീടുകളുള്ള സ്ഥലമാണ്. നിരവധിയായ വീടുകൾ സമീപത്തുണ്ട്. പക്ഷേ ഈ ഉരുൾപൊട്ടി വന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഉരുൾപൊട്ടി ഒഴുകിപ്പോയ ആ ഒരു പാത്ത് എന്ന് പറയുന്നത് അത്ര അധികം വീടുകളുള്ള ഒരു ഭാഗമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പോയ പയ്യാനിത്തോട്ടത്തും സമാനമായ രീതിയിൽ ഒരു വീട് മാത്രം ഉണ്ടായതുകൊണ്ടാണ് അവിടെ ദുരന്തം കുറഞ്ഞത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 2 വഴിയിലൂടെയാണ് ഉരുൾപൊട്ടി വന്നത്. ഒന്ന് വലതുവശത്തിലൂടെ ഒരു റബ്ബർ തോട്ടത്തിനുള്ളിലൂടെ ഉരുൾപൊട്ടി വലിയ പാറക്കല്ലുകൾ ഇപ്പോഴും അവിടെ വലിയ പാറക്കല്ലുകൾ, മറ്റൊന്ന് ഈ ഇടത് സൈഡിലൂടെ തന്നെ ഒരു വീടിനൊരു ോളമോളം എടുത്ത് തകർത്തു കൊണ്ടുവന്ന് താഴേക്ക് വന്നിരിക്കുന്ന കാണാൻ 2 രീതിയിലൂടെ ഉരുൾപൊട്ടി താഴേക്ക് വന്നിരുന്നു എന്നാണ്. നമുക്കൊന്നും പ്രദേശവാസി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര മണിയോടുകൂടി ഈ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ അറിയുന്നു? 1:30 ശേഷം രാത്രി 1:30. എന്ത് മാസമായോ? നമ്മളെ 1 മണിയായപ്പോഴത്തേനും ആറ്റിൽ നേരത്തെ വെള്ളം വന്നായിരുന്നു. അപ്പം വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയും ഇന്നലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് നല്ല മഴയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് മഴ വന്നാൽ ഉരുൾ പൊട്ടുമെന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലിരുന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആരും ഉറങ്ങിയിട്ടില്ല. അത് ഭയങ്കര സൗണ്ട് കേട്ടോണ്ടാ ആൾക്കാരിരുന്നവർ ഇറങ്ങി ഓടിയത്. ആളുകളാണ് ഓടിയത്. ഇവർ ഓടിയെന്ന് പറഞ്ഞാൽ അന്നേരത്തെ ഇവിടെ എത്തി ഗ്രില്ല് പൊളിച്ച അപ്പം അങ്ങേ സൈഡിൽ ഇറങ്ങിയ. അപ്പോൾ ഇതിനപ്പുറേ ഒരു കാനയുണ്ട്. ഇവരെ നടുക്കായി പോയി. പറഞ്ഞാൽ ഈ ഒരു വഴിയിലൂടെ ആയതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തെ വീടുകളുടെ ഭാഗത്തായിരിക്കും കുറച്ചുകൂടി, ഇല്ലെങ്കിൽ ആ വീടുകൾ ഫുള്ള് പൂർണ്ണമായിട്ട് പോകും. പറഞ്ഞാൽ ഇപ്പോഴും വലിയ പാറകളൊക്കെ മുകളിൽ തങ്ങി നിൽക്കണം. അതൊരു ആശങ്കയായി നിൽക്കുകയല്ലേ? അതെപ്പം വേണേലും ഉരുണ്ട് പോരാ. പിന്നെ ഒരു 3-4 ബൈക്ക്, 5-6 ബൈക്ക്, ഒരു കാറ്, 2 ആപ്പ എല്ലാം പോയിട്ടുണ്ട്. ഒരു വെള്ളം കയറി ഉരുൾപൊട്ടലും ഇതാണെന്ന് പറയാം. തന്നെ മീനിച്ചിറ പണ്ടും ഇതുപോലെ ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് വളരെ കുറവാണ്. ഇപ്പോഴാണ് ഇത് ആകുന്നത് വീണ്ടും. അത് എപ്പം വേണേലും ഇതുപോലത്തെ കാലാവസ്ഥ ഇവിടെ സംഭവിക്കുന്ന. അപ്പം ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്.
അത് തന്നെയാണ് മാധു. നമ്മൾ ഈ നിൽക്കുന്നതിന്റെ താഴത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്, വാഹനങ്ങൾ അതായത് ഓട്ടോറിക്ഷയും ഒരു കാറും ഒക്കെ താഴേക്ക് പോയിട്ടുണ്ട്. 1, 2 നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നിലധികം ബൈക്കുകൾ കാണാൻ സാധിക്കും, ഒരു കാറും താഴെയുണ്ട്. അങ്ങനെ വാഹനങ്ങളൊക്കെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ടായത്. ഇവിടെ നിന്നും പോയ, അതായത് ഇവിടെ ശരിക്കും പൊട്ടിയ ഉരുൾ എന്ന് പറയുന്നത് പ്രധാനമായും അത് ഇവിടെയാണ്. ഇവിടെ നിന്നും പൊട്ടിയ ഉരുളാണ് ആ ഈരാറ്റുപേട്ട നഗരത്തെ മൊത്തം മുക്കിയ വെള്ളം എന്ന് പറയുന്നത്. അതായത് അത്രത്തോളം വെള്ളം ഉരുളും പൊട്ടി താഴേക്ക് ഒലിച്ചു പോയിരുന്നു. പക്ഷേ ജനവാസ മേഖലയോട് ചേർന്നാണെങ്കിൽ പോലും കൂടുതൽ വീടുകളുള്ള ഭാഗത്തു കൂടിയല്ല ഈ ഉരുൾപൊട്ടി ഒലിച്ചത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിഞ്ഞു മാറിയതെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെയുള്ള കാഴ്ച, ഇപ്പോഴും ഇവിടെയുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് ഭീതിപ്പെടുത്തുന്നതാണ്, അത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കാരണം ഇതിന് മുകളിലേക്ക് ഇപ്പോഴും വലിയ വലിയ പാറകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് മൊത്തം പൂർണ്ണമായും പൊട്ടി ഒലിച്ച് താഴേക്ക് വന്നിട്ടില്ല. മുകളിൽ നിന്നും ഒലിച്ച് പൊട്ടി വന്ന ആ പാറക്കഷങ്ങളും പാറക്കൂട്ടങ്ങളും ഇപ്പോഴും മണ്ണിനിടയിൽ പലയിടങ്ങളിലായി തട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ ഉരുണ്ടു വന്നിട്ടുള്ള ഉരുളുപൊട്ടി വന്നിട്ടുള്ള ആ പാറകളുടെയൊക്കെ ഒരു വലുപ്പം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ഭീതി ജനിപ്പിക്കുന്നതാണെന്നാണ്. ഇതിന് തൊട്ട് സമീപത്തായിക്കെ തന്നെ നിരവധിയായ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ്. അതായത് നിരവധിയായ വീടുകൾ ജനവാസ മേഖലയാണ്. ഇവിടുന്ന് മറുവശത്തേക്കുള്ള ഒന്ന് ഈ വീട്ടിലുള്ള ആളുകളാണ് അത്ഭുതകരമായി തന്നെ, അതായത് അവരുടെ ഗ്രില്ലൊക്കെ പൊളിച്ച്, അതായത് JCB വെച്ച് മാന്തുന്നതിന്റെ തൊട്ടി സമീപത്തുള്ള ഭാഗത്ത് ആ വീട്ടിൽ നിന്നാണ് അത്ഭുതകരമായി ഓടിയത്. ആ ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ട്, ഈ മഴ പെയ്താൽ ഉരുള് പൊട്ടും എന്ന പേടി ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആരും ഉറങ്ങിയിരുന്നില്ല, അതുകൊണ്ടാണ് ഈ രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമാണ്. തീർച്ചയായും അതിനാണ് ഒരു 90 വയസ്സുള്ള വയോധികനെ അടക്കം ആ മുകളിലെ വീട്ടിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ഈ ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഉരുൾപൊട്ടി ഒഴുകി വന്ന ഈ പ്രദേശത്തെ ഒരു ഭീതി വിട്ടുമാറുന്നില്ല, അല്ലെങ്കിൽ ആശങ്ക വിട്ടുമാറുന്നില്ല. കാരണം ഇപ്പോഴും വലിയ പാറകൾക്കുണ്ട്, വെള്ളം ഈ പാറകൾക്കിടയിലൂടെ കുത്തി ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ളതിനാണ്. മണ്ണ് തള്ളി നീക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് നിൽക്കുന്ന പാറകൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളത്. അതായത് രണ്ട് വഴിയിലൂടെ ഉരുള് പൊട്ടി വന്നു, അല്ലെങ്കിൽ വെള്ളം ഉരുള് പൊട്ടി കുത്തി ഒലിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷേ വലിയ ആളപായമോ മറ്റ് വീടുകൾക്കോ അല്ലെങ്കിൽ കുറച്ച് 2 വാഹനങ്ങളും പോയ നാശനഷ്ടം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് മനുഷ്യന് ഉള്ള നാശങ്ങൾ വിതച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും മഴ മാറിയിട്ടില്ല, ഇപ്പോഴും മഴ ഇവിടെ ചെറിയ തോതിൽ പെയ്യുന്നുണ്ട്. ഈ മഴ മാറി നിൽക്കാത്തത്, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് ഇവരെ സംബന്ധിച്ചോളം വീരെ സംബന്ധിച്ചോളം അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഉരുൾപൊട്ടലിന്റെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അഖിൽ കെ പങ്കുവെച്ച് തരുന്നത്. വലിയ ഉരുൾപൊട്ടലാണ് അവിടെ നിന്നുണ്ടായത്, വലിയ തോതിലുള്ള ജലമൊഴുക്കുമുണ്ടായി, പാലാ ഈരാറ്റുപേട്ട നഗരത്തിലേക്കൊക്കെ അതിന്റെ പരിണിത ഫലം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പാറക്കല്ലുകൾ വന്ന് കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.